ചക്കാലക്കൽ നിന്ന് മീമാങ്ങ് എന്ന് ഇവൾ ഡെയിലി പറയും. അപ്പോൾ ചക്കാലക്കൽ ഞാൻ എത്തുമ്പോഴേക്ക് മീനെല്ലാം അങ്ങ് തീരും. ഇന്ന് ഞാൻ ഒന്നുമില്ല, അവിടെ പോയി അന്നേരം മീൻ അവിടെ നിന്ന് വിൽക്കുന്ന ചാടി വീണതാ. അപ്പോൾ നിങ്ങൾ സൈഡിൽ കാണുന്നില്ലേ, അതാണ് ചക്കാലക്കലുള്ള മീനിൻ്റെ പരിപാടിയാണ്. അവിടെ ഭയങ്കര തിരക്കാണ്. പെട്ടെന്ന് മീനെല്ലാം തീർന്നു പോകുന്നു. ഇങ്ങനെ നല്ല ഫ്രഷ് മീനാണെന്ന് നല്ലൊരു പറഞ്ഞിട്ട് ഓടിപ്പോയതാ. ഓക്കെ, 6 മണിക്ക് തുടങ്ങും, വേഗം തീരും. 10 മണിയാകുമ്പോഴേക്ക് മീനെല്ലാം തീർന്നു. ഇതെന്തോ ലക്കിന് കിട്ടിയതാ. ഒരു കവർ നിറച്ച് മത്തിയുണ്ട് കേട്ടോ. മത്തി വാങ്ങിയാലും പിന്നെ ലേശം പൂളയും വാങ്ങിയതാ. അപ്പോൾ മിന്നുവിന് ഇത് കണ്ടാൽ സന്തോഷമാവും. ഇത്രക്കാരം മത്തിയെല്ലാം കൊണ്ടുവന്നിക്കില്ലേ, ഇരുന്ന് തിന്നാലോ എന്ന് ആയിരിക്കും അല്ലേ. ഇതാ പിന്നോ നോക്ക് മോളെ, ഒരു 5 റുപ്യക്ക് നിറച്ച് മത്തി പണ്ട് വാങ്ങലുണ്ടായിരുന്നു പോലെ. ഒരു കവർ നിറച്ച് മത്തിയുണ്ട്. 5 റുപ്യക്കല്ല, 50 റുപ്യക്ക്. നല്ല അടിപൊളി കുഞ്ഞൻ മത്തിയാ. ഇതാ കുറച്ചേ ഉള്ളൂ, വേഗം മുറിച്ചോ. എന്നിട്ട് നമുക്ക് മീനും പിന്നെ കേങ്ങും പൊങ്ങിയത് മീനും. എന്താ അത് എനിക്ക് നല്ല ഇങ്ങനെല്ലാം പറഞ്ഞു ചക്കാലക്കല്ലിന് മീൻ വാങ്ങുന്നില്ല 1.5 കിലോന് 50 റുപ്യക്ക് കിട്ടിയേ. നീ എന്തിനാ പറഞ്ഞേ, ആവോലിയോ അല്ലാത്ത ഏത് ആണോ? ജമീല പോയോ? ജമീലയാ പറഞ്ഞേ വാങ്ങിക്കോ, പൂളയും വാങ്ങിക്കോന്ന്. അപ്പൊ ഞാനും മത്തി വാണോ? ഞാൻ ഇത്ര ഇതാ ജമ്മു വന്നാ വേഗം നോക്കിക്കോ. ഇപ്പഴേ തുടങ്ങിയ രാത്രിയൊക്കെ തീരും. നല്ല ഫ്രഷ് പിടക്കുന്ന ഇത്. പിന്നെ മീനങ്ങ് ചാടി പോവാന്നുള്ള പേടിയുണ്ട്. പടക്കാൻ പാവ ഇപ്പൊ എണീച്ചിക്ക അറിഞ്ഞ ഇത് മീനിപ്പം പുറത്തേക്ക് ചാടി പോവാന്നുള്ള പേടിയുണ്ട് കേട്ടോ. ഹൈറ്റാ പടക്കുന്ന മത്തിയാ. ഇതാ പൂളയു ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ലോണം മുറിച്ചാടെ വെച്ചേ. ഞാനൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് മീൻ കൊണ്ട്. മീനട. എന്താ എനിക്ക് താല്പര്യം ഉണ്ടോ മീനട? മീനട കിട്ടിയാ തിന്നുവോ? ഇല്ല, തിന്നൂലേ? മീനട മത്തി കൊണ്ടുള്ള എനിക്ക് പറ്റുമല്ലോ അല്ലേ? മത്തി വാങ്ങിട്ടാ വേഗം പോട്. മോനെ തരൂല, മോനോട് തോനെ മത്തി വരട്ടിയത് കൊടുക്കണോ എനിക്ക്? എന്താ ഇവള് പണ്ടൊരു മത്തി തിന്നിട്ട് മുള്ളു തൊണ്ടേ കുടുങ്ങിയതിന് ശേഷം ഇവക്ക് മത്തീനോടെന്തോ വൈരാഗ്യം. പാവ കണ്ടില്ലേ, പാവ ഒരു മത്തി. അതിനെ നോക്കിൻ്റെ കോലം കണ്ടിട്ട് ഇവക്ക് എങ്ങനെ ഇതിനോട് ദേഷ്യപ്പെടുമെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു അല്ലേ, ഇതിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന അല്ല, ഇതിൻ്റെ മുഖത്ത് നോക്കി ഈ മത്തീനൊന്ന് നോക്കി. എന്ത് നിഷ്കളങ്കമായ മുഖം ഇത്. ഇവിടത്തേക്ക് 2 ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഓലിക്ക് മത്തി വരട്ടി അതും ചോറും കൊടുത്താലോ അല്ലേ? അതല്ല, നല്ല വെറൈറ്റി ആയിക്കോട്ടെ. ഓലിപ്പോൾ എത്തും ഗൈസ്. ഗസ്റ്റുകൾ വരുന്നുണ്ട്. കുറച്ചുകൂടി കാര്യം എടുത്തോ. വണ്ടി മാറ്റാ. ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതാരാ, മാലാകയോ? അതോ നിസ്കാര കുപ്പായോ? ഇപ്പൊ ഫുള്ള് വൈറ്റ് തന്നെ ആടല്ലോ. അതെ അതെ. ഓയ് ഇതാരാ മുട്ടയെല്ലാം മേടിച്ചിട്ട്? എടാ ഇവൻ വലുതായി പോയില്ലേ? ഇപ്പൊ എനിക്ക് അങ്ങനെല്ലാം തോന്നും അല്ലേ ഓറുഫായി? അപ്പൊ ഇതാ എന്താ വാ കേറ്. ഷഹാന മറൂഫോ? അതിപ്പം പറയണ്ട, പബ്ലിക്കായിട്ട് രഹസ്യമായിട്ട്. ഓ ഇനി ഫേസ് ചെയ്യുന്ന കാര്യാ? എന്താ ഫേസ് ക്രീമിന്റെ എന്തെങ്കിലും കാര്യാ? വാ 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 കേറിക്കോ. ആ അതെ അതെ. മുടി ഉംറക്ക് പോയിനോ? ആ തിരിച്ചു വന്ന്. അറിയില്ല പറഞ്ഞോ? എവിടുന്ന്? മച്ചക്കുളത്തുനിന്നോ?
ഞാൻ ഈ നാട്ടുകാരല്ലോ അതുകൊണ്ടാ. പക്ഷെ ഈ നാട്ടുകാർക്ക് എന്നെ അറിയില്ല. എന്ത് ഓമക്കായ? ഇവിടെ കറമൂസൊക്കെ ഓമക്കായ എന്നാ പറയും. എന്റെ നാട് വടകരയാണല്ലോ. ഞാൻ ഇവിടെ അങ്ങനെ ആരും മിന്നുവിന് എടുത്ത് പറഞ്ഞേ. എന്റെ മിന്നോ ഞമ്മള് പോകാ. അപ്പൊ ഞാനാരായി? ഓമക്കായി. നിങ്ങളെ നാട്ടിലെ ഓമക്കായി എന്നറിയോ? ഇവിടെ കറമൂസാന്ന് പറയും. അയ്യോ എടുത്താ എല്ലാവർക്കും എടുക്കാലോ. അതോ അതൊരു പ്രത്യേക മീനാ. എന്റെ പേര് ജബ്ബാർ. സൂതയാ? അറക്കിലാടാ? ഇനി പറയണ്ട മോളെ. എന്തോ ലിപിയില്ലാത്തതോ പക്ഷേ ശരിക്കും തൃശ്ശൂർ തന്നെയാണോ? എന്ത് വേറെ ആണോ? അവൻ കഴിക്കട്ടെ. അതെ കറിവേപ്പില. അപ്പൊ ഗൈസ് ഇവൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റും കൂടി നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത് വാഷിംഗ് മെഷീനാണ് കേട്ടോ. ഇത് അല്ലേ വാഷിംഗ് മെഷീൻ ഉണക്കാനൊക്കെ പറ്റി. ഇതിനെത്രയാന്ന് പറഞ്ഞേ? 5000 അല്ലേ? ഇതേതാ കമ്പനി? ഇത് ഗ്യാരണ്ടി 1 ഇയർ അല്ലേ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്ര കിലോ വരെ ഇറക്കാൻ പറ്റുന്നതാണ്? 3 കിലോ അല്ലേ? അതെ. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എല്ലാം എടുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒടുക്കത്തെ അഭിനയനു. എന്താ ഷഹാനൊക്കെ ഒരു സിനിമയിലല്ല അഭിനയിക്കാനുള്ള കഴിവുണ്ട്. എന്റെ അഭിനയം കണ്ടിട്ട് നിങ്ങൾക്ക് ഓസ്കാർ തരാൻ തോന്നുന്നുണ്ടെങ്കിൽ അഡ്രസ് കൊടുക്ക. ഓസ്കാർ കൊണ്ട് വരണ്ടേ? ചെരുപ്പായിട്ടും എഗ്ഗായിട്ടും ഒക്കെ ചോക്ലേറ്റ്സ് പിന്നെ അങ്ങനെ കഴിക്കണ ഐറ്റംസ്. അതെ 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 അതെ. ചെറുപയറിന്റെ കറി. അതെ ഒരന്വേഷിച്ച് വരാണ്ടെന്നാ മതി. അപ്പൊ ഇത് നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ് കേട്ടോ. അവർക്ക് ഒരു ഫാമിലിക്കൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ സുഖാണ് നിങ്ങള് ഡ്രസ് ഞങ്ങളെ ഒരു ദിവസം 5 കിലോന്റെ മുകളിലാ. അതല്ല കുട്ടിയുടെ. അതെ കുട്ടികളെ മാത്രമായിട്ട് അലക്കാം. അത് നല്ലതാ. ഇപ്പൊ 3 കിലോ വരെ മാക്സിമം ഇടാം അല്ലേ? അതെ ഓൺലൈനിൽ വാങ്ങിയല്ലേ? എന്ത് സ്റ്റീമറോ? ആ അത് ഇസ്തിരി ഇടുന്ന. ആ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അല്ലേ? ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ അയൺ ചെയ്യുന്നല്ലേ? ആ ഇതിനെത്രയാ? ആ അതെ. അപ്പൊ എങ്ങനെയാ പോകുന്നുള്ള ഇപ്പൊ മനസ്സിലായി. ഏത്? ആ ഈ മോഡലേ ഉള്ളൂ? വേറെ ഉണ്ടോ? നമ്മൾ മക്കാമിൽ വന്നതാണ് കേട്ടോ. CM മക്കാമിലുള്ള മാറൂഫ് ഭായും ഷഹാനയും അവിടെ മക്കാം പോയി വരുന്നുണ്ട്. ഞാൻ അമ്മിബാബ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഫോൺ വാങ്ങിക്ക്. പൈസ നോക്കിക്കില്ലേ? എമിയാവൊക്കെ വാങ്ങിയാ ഫോണ്. ആ ഐഫോൺ 17 Pro Max. അപ്പൊ ഗൈസ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് റഹ്മത്തിലേക്കല്ലേ? അടിപൊളി ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ഞങ്ങള്. അതെ. നിങ്ങൾ തൃശ്ശൂര് ഇങ്ങനത്തെ ഹോട്ടലൊന്നും ഇല്ല? തൃശ്ശൂരുണ്ട് പക്ഷെ ഞങ്ങൾക്ക് റഹ്മത്ത് ഹോട്ടലിലത്തെ ബിരിയാണി ഇഷ്ടം. തൃശ്ശൂര് പിന്നെ ഏതൊക്കെയാ ഫേമസ് ഹോട്ടല്? നിങ്ങൾ തൃശ്ശൂര് ടൗണിലല്ലല്ലോ അല്ലേ? തൃപ്രയാർ അല്ലേ? പക്ഷെ എനിക്ക് നല്ല ഇഷ്ടം കഞ്ഞി കൂടെ കുറേ ഐറ്റംസ് ഉള്ള എനിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞി. എനക്കും ഇഷ്ടാ കഞ്ഞി. ഇതെന്തിനാ കരയുന്നേ? എമിക്കുറ്റാ കഞ്ഞിയും ചെറുപയറും. പിന്നെ ഫുഡ് ഐറ്റംസ് അതെ.
കൊള്ളിക്കിഴങ്ങ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, തൈര് വെച്ചിട്ടുണ്ടാവും, പിന്നെ കുറച്ച് സവാള ഇട്ടുണ്ടാവും, കടലുപ്പേരി ഉണ്ടാവും, പിന്നെ എന്തേലും മീനിന്റെ ഒക്കെ കുറെ ഐറ്റംസ് ഉണ്ടാവില്ലേ, അത്, അച്ചാറ്, ചമ്മന്തി, പയറ്. നോക്കുന്ന ലൈറ്റ് കണ്ടിട്ട് എന്താ എന്താണ് ഹായ് ഹായ് ഗൈസ് എന്ന് പറ. ഷാന, ഇന്ത്യ കാലിന് പോളിയോ ബാധിച്ചാണ്. പോളിയോ എല്ലാരും പറഞ്ഞ് പോളിയോ കൊടുത്താല് അസുഖങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇന്റെ ഉമ്മാനെ ക്യാൻവാസ് ചെയ്ത് അങ്ങനെ നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ട് കൊടുപ്പിച്ചതാ. അല്ല, അത് 100-ൽ ഒരാൾക്ക് അങ്ങനെ സംഭവിക്കും. ഇപ്പോഴും ഞാൻ ഓരോ ക്യാമ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട് പോളിയോ കൊടുത്തിട്ടായതാന്ന് പറഞ്ഞിട്ട്. എമിക്കുറ്റാ ഏതാ പോസ് അല്ലേ? ചിരിച്ചു വരുന്ന എന്താ ചിരിയാ. നാളെ ദാവുമായിരിക്കും സ്റ്റാർ അല്ലേ? നോക്കി ചിരിക്കുക. എന്റെ ചിരി ഇപ്പാ കാണുന്നത്. ഏതാ ചിക്കൻ ഉണ്ട് എമിക്കുട്ടാ. ഇക്കാക്ക ചിക്കൻ ഉണ്ടോ? കാക്കേന്ന് വിളിക്ക്. ഇതാണ് കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. കുന്നമംഗലം എന്ന് കേട്ടുക്കോ. ഏത് ഷാഫി പറമ്പിലാ? ഷാഫി പറമ്പിലല്ലേ, ഷാഫി കളരി ചികിത്സാലയം. അങ്ങനെ അത് അവിടെ വന്നിക്കാ. അവിടെ ഞാന് എത്ര കാലം അവിടെ ഉസ്താദുള്ള കാലത്തായിരുന്നു ഞാൻ ഞാൻ ഒഴിച്ചില്ലേനോ. അപ്പൊ അതിന്റെ മോനല്ലേ, മോനും മരോനുണ്ട്, SK ഡോക്ടർ ഉണ്ട് അവിടെ. അപ്പൊ അവിടെയൊക്കെ ഈ കുന്നമംഗലത്തുള്ള ആൾക്കാരും ഈ കോഴിക്കോട് കൊറേ ആൾക്കാരുണ്ടായിരുന്നു. റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇനി റഹ്മത്ത് ഹോട്ടലിലേക്കാരി എന്തേലും കഴിക്കുക. അപ്പൊ ഷഹാൻ ഇവിടെ ഫ്ലോർ ടെസ്റ്റ് ചെയ്തല്ലേ? ഞാൻ നല്ല ഉറപ്പുള്ള ഫ്ലോറാട്ടോ. ആർക്ക് വേണമെങ്കിലും ഇവിടെ ഒന്ന് വീഴാം, ഒരു സ്ക്രാച്ചും പറ്റില്ല. നമുക്കെല്ലാ ഫ്ലോറിനിട്ടാ. എന്താ പറ്റിയാ? കുറച്ച് ചളി പറ്റി, സ്ലിപ്പായി വീണ്, കൈ സ്ലിപ്പായി വീണല്ലേ? സാരല്ല. ബിരിയാണി എന്നാൾ മാറും. കല്ലുമ്മക്കായി ബിരിയാണി കേട്ടാ, കല്ലുമ്മക്കായി ബിരിയാണി ഇല്ല. ഞാൻ എപ്പോ വന്നാലും കിട്ടാറില്ല. പക്ഷെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് എടുത്താണ് സത്യം. അതെ അതെ, ഇവരോട് റഹ്മത്തുനിന്ന് വിളിച്ചു പറഞ്ഞാലും വിളിച്ചു പറഞ്ഞാൽ വിത്ത് പ്രൂഫ് എന്റെ കയ്യിൽ നമ്പർ എടുക്കണ്ട്, ഞാൻ കാണിച്ചു തരുന്നത് എന്റെ ഫോട്ടോ. ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളിവിടെ എടുത്തേക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം ഞാൻ പറയുന്നത്. ഷഹാനയുടെ സ്നേഹം. അപ്പൊ ഗൈസ്, ഞങ്ങള് റഹ്മത്തൊന്ന് തിന്നിട്ട് ബിരിയാണി കഴിച്ച് ഞങ്ങള് ബീച്ചിൽ കറങ്ങാൻ വന്നെയാണ്. അപ്പൊ ഷഹാന അവിടെ മാനക്കേടായി പോയി നല്ല മറ്റു ഭയങ്കര വിഷമം തീർക്കാൻ എനിക്ക് അംസക്ക് ബീച്ചിൽ പോയിട്ട് ഞാൻ പറയുന്ന സാധനങ്ങൾ വാങ്ങി. അതെന്നാ നേരെ വിട്ടോ, തിരിക്കണ്ട, നേരെ വിട്ടോ, നേരെ ഇവിടെ ഒന്നുമല്ല, നേരെ വിട്ടോ, നേരെ പോവാ. ഒരു കട പോലും ഇല്ലാത്തൊരു ബീച്ച്. ബീച്ചിന്റെ ഉള്ളിലുണ്ടാവും, ബീച്ചിന്റെ ഉള്ളിൽ കടല, കുറച്ച് ഉപ്പിലിട്ടാ മാത്രം കിട്ടുന്ന. അടുത്തേക്ക് വിടുക. പോന്ന സിപ്പ് ലൈനിൽ പോണത് വേണ്ട, കാണണമെന്നില്ല. എനിക്ക് ഒരു പേടിയില്ല. കണ്ണീര് തുടച്ചിട്ട് കണ്ണീരല്ലേ, ഞാൻ കൊറേ ദൂരം കൂടി ഉണ്ടായെങ്കിൽ വിചാരിച്ചിട്ടാ. ഇങ്ങോട്ട് നോക്ക്. അവിടെ സിപ്പ് ലൈൻ കൊറേ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് കേട്ടാ. കുപ്പായ ഒന്നും ഇരാണ്ട് നിക്കുന്ന. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കണ്ടേ മിയാവിനെ കണ്ടേ. പിന്നെ സഹായം എന്തേ വേണോ? ജ്യൂസ് തീരുന്നില്ല. എന്തെന്ന് അത് കഴിഞ്ഞിട്ടേ ഗ്ലാസ് കൊണ്ടുകൊടുക്കാൻ സഹായിച്ചാ. ഓ, എന്തായാലും ജ്യൂസുമായി
അപ്പൊ ഇന്നത്തെ മൊത്തം ഇല്ലേ മൊത്തം ആയില്ലേ? ഇന്ന് ഫുള്ള് കറങ്ങിയില്ലേ? കുറച്ചുകൂടി സ്ഥലം കിട്ടാ പറ്റില്ല. നിറയാന് കുറച്ച് വീട്ടിലെത്തിയിട്ട് നിറച്ചോ? അത് പറ്റില്ല. കോട്ട് കോഫി വെള്ളം കുടിച്ചോ? ഇന്നത്തെ ദിവസം പോന്നാലേ ഇൻഷാല്ലാ. കൂടെ നല്ലൊരു ദിവസം. ഇവിടെ നമ്മളെ പുരയില് ഒരു റൂമില്ലാത്ത കൊണ്ടാണ് ഇവിടെ നിക്കാൻ പറയാൻ പോലും പറ്റാത്ത സാഹചര്യമായി പോയി. എന്ത് ചെയ്യാനാ? ആകെ ഒരു റൂമേ ഉള്ളൂ. നമ്മളിവിടെ നിക്കുന്ന ഉള്ള സ്ഥലത്ത് അത് കുഴപ്പമില്ല. നമ്മൾക്ക് ഈ രാത്രിയൊക്കെ വൈബല്ലേ, നൈറ്റ് ഡ്രൈവ് അടിപൊളിയല്ലേ. ശരിക്കും ശരിക്കും നല്ല രസല്ലേ? അതൊന്നൊരു വിഷയല്ല. നിങ്ങൾ പുരയിലേക്ക് തന്നെയാണ് അല്ല ഊട്ടിയോ? വീട്ടിക്ക് തന്നെയാണ്. ഉറങ്ങുന്ന പാവം. മഴ വാ മഴ പാറ്റി അപ്പോ കറക്റ്റ് സമയാ. ആണോ?